ഇപ്പൊ ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ ഒരു ജാസിനെ ഇങ്ങനെ കാണുമ്പോ ഉപ്പ അക്സെപ്റ്റ് ചെയ്യായിരുന്നു? ഇല്ല. വാഴയും വെച്ചാ മതിയായിരുന്നു. നിങ്ങളെ അടി ഉണ്ടാക്കുന്ന സമയത്തെ ആരാ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഇതാക്കുന്നത്? ഫ്ലാഷ് ബാക്ക് തല്ലുണ്ടാക്കിയാലും പ്രശ്നമാക്കിയാലും ആശി പിന്നെ വന്ന് പെട്ടെന്ന് കോംപ്രമൈസ്. ഇനി എന്നെ കുത്തുവാക്ക് പറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസി അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും. നോക്കിക്കോ. നിങ്ങളുടെ ലൈഫിൽ ഇനി ഏറ്റവും അതായത് നടക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സ്വപ്നം എന്താ? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഇപ്പൊ നാട്ടിലെ ഒരു ഇതേപോലെ നമ്മള് ദുബായിത്തെ ഷോപ്പ് പോലെ തന്നെ ഒരു നാട്ടിലെ ഒരു ഷോപ്പ് പെർഫ്യൂം ഷോപ്പ് ഓപ്പൺ ചെയ്യണം. ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. നിനക്ക് നാട്ടിൽ നിന്നാ പോരെ? എന്റെ ദുബായിൽ അറിയപ്പെടുന്ന ഒരു മോഡലാണ്. മുതലല്ല മോഡല്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണം. അപ്പൊ ഇപ്പൊ ഏതൊക്കെ മോഡലിംഗ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ കുറച്ച് 2-3 ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു എന്താണ് ഷോ സ്റ്റോപ്പർ ഒക്കെ ആയിട്ട് റാം സ്റ്റോപ്പർ ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്ത് ഡ്രസ് ഇട്ടാലും ചേരും. അമ്മയുടെ ബ്ലൗസും മാലുവിന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്നറിയാം എനിക്ക്. പാർട്ട്ണർക്ക് അയക്കേണ്ട മെസ്സേജ് ബൈ മിസ്റ്റേക്ക് വേറെ ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടോ? അല്ല, ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പാർട്ട്ണറിന് ചീറ്റ് ചെയ്തിട്ടുണ്ടോ? ജാസി ആഷിനെ, ആഷി ജാസിനെ? ആരുണ്ടേ നീ? എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറ. ഇപ്പൊ എല്ലാത്തിനും പോകാൻ വഴിയുണ്ട്, മരുന്നുണ്ടെന്ന്. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഒരൊറ്റ സാധനം ഉപയോഗിക്കുന്ന എന്തൊക്കെ സാധനങ്ങളാ? കാണിച്ചു തരാം. അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. പാർട്ട്ണറിനെ അടിച്ചിട്ടുണ്ടോ? ഒറ്റ വട്ടം എന്നെ തല്ലിയിട്ടുള്ളൂ. പക്ഷെ ആ അടിയില് ഞാൻ ബോധം കെട്ടു. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ഒരു കണക്കിന് ഞാൻ ലോറിക്ക് അടിയുന്നു, റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ആ അടി കിട്ടിയതിന് ശേഷം തിരിച്ചൊന്നും കൊടുക്കണം അതേപോലെ തോന്നി? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഇപ്പൊ തിരിച്ചടിച്ചെന്ന് വിചാരിക്കുക, എന്ത് ചെയ്യും ആശി? തിരിച്ചു വീണ്ടും അടിക്കൂ. ഗോപാലൻ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട്. ഇല്ല, ആമ്പിള്ളേർ എനിക്ക് മെസ്സേജ് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കും. ചില ആൺകുട്ടികള് ലൈക്ക് ഇക്കാനെ കാണാനല്ലേ സൂപ്പറാ, ബിയേഡ് അടിപൊളിയാ എന്നൊക്കെ പറഞ്ഞിട്ട്. എപ്പോഴും ഡേറ്റുകൾ എനിക്ക് ചിലപ്പോൾ ക്ലാഷ് ആവാറുണ്ട്. ആഷിക്ക് എല്ലാ ഡേറ്റും ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ റിങ് ചെയ്തത്, ആഷ് ഫസ്റ്റ് ഗിഫ്റ്റ് ചെയ്തത്, ഫസ്റ്റ് കണ്ട സ്ഥലം. നാമത്തിൽ ബാക്കി പറയരുത്.